എന്നെ അറിയില്ലടാ. പിന്നെ അതിന്റെ മോനെ ഞാനൊന്നും പറഞ്ഞടാ. പഠിപ്പിക്കുന്നതല്ലേ? എന്നെ അടിക്കരുത് സാർ. എന്നാണ് അവൻ കൊല്ലാൻ ശ്രമിച്ചത്? ഞാൻ നിരപരാധിയാണ്. അടിക്കരുത്. നാടുറോഡിൽ കയ്യാങ്കൾ കാണിച്ചെടുത്ത് നിരപരാധി. എന്നെ ഇനി അടിക്കരുത് സാർ. അടിക്കരുത്. അടിച്ച പിന്നെ എന്നെ കൊന്നേക്കണം. പണം മുട്ടിയ പാമ്പാട് സാർ ഞാൻ. സേതു സാറിന് വിട്. കൊല്ലാൻ വന്നപ്പോഴും ഒഴിഞ്ഞു മാറി, ഓടി മാറി, വിട്ടില്ല. പിന്നെയും വന്ന പറ, ഞാൻ എന്ത് ചെയ്യണം? കൈകെട്ടി നിന്ന് കൊടുക്കണോ? പണ്ടാണെങ്കിൽ കഴുത്ത് നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇന്നെനിക്ക് വയ്യ. എനിക്കിത് ജീവിച്ചേ പറ്റൂ. ഇവിടെ കേറി വച്ചോ നേരെ. നിങ്ങൾ പറഞ്ഞ മാതിരി അച്ചോ നായര്. ഇരിക്കേ. വേണ്ട സാർ, ഞാൻ വിളിപ്പിച്ചത് നിങ്ങളുടെ മോന്റെ കാര്യം പറയാനാ. വീട്ടിലെ അമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്ക. അവരൊരു ഹാർട്ട് പേഷ്യന്റാ. സാറിനോട് മോശമായി പെരുമാറിയെന്ന് കേട്ടു. ഞാൻ മാപ്പി ചോദിക്കുന്നു. ഹേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ നല്ല ഇടിവെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും മര്യാദ പഠിച്ചില്ലെങ്കിൽ നട്ടെല്ലാം ഓടിക്കും. മര്യാദയ്ക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ തെരുവിൽ കിടന്ന് ചാവേണ്ടി വരും. മോനെ വിളിച്ചിട്ട് പൊയ്ക്കോ. കീരിക്കാടന്മാരുടെ തമ്മിത്തല്ലി ചാവാണ്ട് സ്വന്തം കാര്യം നോക്കി എവിടെങ്കിലും പോയി ജീവിക്കാൻ പറ. അമിതേ, സേതുമാധനെ കൂട്ടിവിട്ടേക്ക്. സാർ, ഇവിടെ നിർത്ത്. എന്താ ഇവിടെ? എത്ര ആശ? 5 രൂപ. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീട്ടിലായ പറ്റില്ല. എന്റെ അമ്മ വിഷമിക്കും. ഇങ്ങനായ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇനി അവരുടെ ശത്രുത വാങ്ങിക്കാൻ വയ്യ. 2 പെൺകുട്ടികളുണ്ട് വീട്ടില്, ഒരമ്മയും. പട്ടിണിയും പരിവട്ടം ആണേലും മനസ്സമാധാനം ഉണ്ടായിരുന്നു. അപ്പൊ അത് തകർന്നു. അച്ഛാ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആയിരിക്കാം. 10-27 കൊല്ലം നോക്കി വളർത്തി. 2 കൊല്ലം കേസ് നടത്തി ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ തൊലച്ചു. ഇനി ചെലവാക്കാൻ പണവും ഇല്ല, ആയുസും ഇല്ല. എനിക്ക് വേറെ ഉണ്ട് മക്കള്. അവരുടെ കാര്യം നോക്കണം. സന്തോഷമുണ്ട്. തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാൻ മാറിത്തരാം. അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ അറിയണ്ട. എന്റെ നിഷേധിതരം കൊണ്ട് വീട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഈ രാത്രി തന്നെ പോണോന്നല്ല പറഞ്ഞത്. ഇന്നോ നാളെയോ സൗകര്യം പോലെ പോയാൽ മതി. ദൂരെ ഏതെങ്കിലും നാട്ടിൽ പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. വേണ്ട അച്ഛാ, ഇനി എന്ത് സ്വന്തം കാര്യം? അച്ഛൻ പൊയ്ക്കോളൂ. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. അവൻ വന്നില്ലേ? ഇല്ല. പിന്നെന്തിനാ SI വിളിപ്പിച്ചത്? അവനെ വിട്ടു. കേസൊന്നുമില്ല. പിന്നെ അവൻ അങ്ങോട്ട് പോയി.
എവിടെയോ പോയി. എങ്ങോട്ട്? അവനോട് ഇനി ഈ വീട്ടിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞു. എന്ത് ദുഷ്ടത്തരാ നിങ്ങൾ കാട്ടിയത്? എന്റെ മോൻ ഇനി എങ്ങോട്ട് പോവും? ഇഷ്ടമുള്ളിടത്തേക്ക് പോട്ടെ. അങ്ങനെങ്കിൽ അവൻ ഈ നാട്ടിൽ നിന്ന് പോട്ടടി. എവിടെയെങ്കിലും ചെന്ന് ജീവിക്കട്ടെ. എന്താ ആ പാട്ടൊന്ന് പാടോ? ഇപ്പോഴോ? അതെ. ഡേ, ഡാ, ഡാ. അമ്മേ പതുക്കെ. എവിടെയായിരുന്നു മോനെ നീ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടമ്മേ. അമ്മ പറഞ്ഞില്ലേ എന്നെ എങ്ങോട്ടും വിടില്ലാന്ന്. ഞാൻ അമ്മയുടെ വെളിപ്പുറത്ത് തന്നെ ഉണ്ടാവും. നീ ഈ നാട്ടിൽ നിന്ന് പോകുന്നതാ ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം. പക്ഷേ എനിക്കിപ്പോ എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. പേടിച്ചോടി ഓടി മടുത്തമ്മേ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാത്തവൻ ആണായി ജീവിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാ. എന്തിന്? സേതു പഴയതുപോലൊന്നും അല്ലിപ്പോ. മനസ്സിന് നല്ല ഉറപ്പുണ്ട്. എന്ത് നേരിടാനുള്ള കരുത്തും. ലത എന്തി? അവക്ക് നാടകമുണ്ടോ? നാടകമല്ല, റിഹേഴ്സല്. 2 ദിവസമായി അവളും അച്ഛനും പോയിട്ട്. അവളുടെ ഈ നാടകം നിർത്തണമേ. എന്നിട്ട് അവളെ കല്യാണം കഴിച്ചേക്കണം. അതൊന്ന് നടന്നു കണ്ടാ മതിയായിരുന്നു ഈശ്വര. പിന്നെ അംബികയുടെ കാര്യം. രമണേട്ടൻ വേറെ വിവാഹം കഴിച്ചോ? കഴിച്ചൊന്നും ഇല്ലാന്നും ഒക്കെ കേൾക്കണുണ്ട്. ആ, ഏട്ടത്തി എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങിയായിരുന്നേ. നീ മീൻ കച്ചവടത്തിന് പോണെന്ന് പറഞ്ഞു കേട്ടു. ആ, ശരിയാണ്. നിനക്ക് വേറെ ഒരു ജോലിയും കിട്ടിയില്ലേടാ? ഒരു കൊലയാളിക്ക് ആരെന്ത് പണി തരാനാ? പിന്നെ മീൻ കച്ചവടം മോശമൊന്നുമല്ല. അച്ഛൻ ഇത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാക്കിയിട്ട് കാണാൻ മോഹിച്ചിട്ട്. അങ്ങനെ നമ്മൾ എന്തെല്ലാം മോഹിച്ചു. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നിന്റെ താമസോ? കിടന്നുറങ്ങാൻ ഇത്തിരി സ്ഥലം പോരെ, അതുകൊണ്ട്. കട്ടൻ ചായ ഒരെണ്ണം വയ്ക്കട്ടെ? വേണ്ടേ, ഞാൻ ഇറങ്ങാ. എനിക്കൊരാളെ കാണണം. അമ്മേ, ഇത് അച്ഛനെ കൊടുത്തേക്ക്. നിന്റെ കയ്യിൽ വെച്ചാ മതി. ഇവിടെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അമ്മേ, ഞാനിപ്പോ ജീവിക്കണതും ഈ മീൻകൊട്ട ചുമക്കണതും എനിക്ക് വേണ്ടിയല്ല. ഞാൻ ഈ തന്നത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന് എന്താ ഒരു അർത്ഥം? ഇത് വാങ്ങിക്കേ. രമേശന് ഞാൻ കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്. ലതയോട് പറഞ്ഞേക്ക്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നീ എന്തിനാ കണ്ടെടുത്ത് ജീവിക്കണേ? നീ ഇങ്ങോട്ട് വാ. അത് വേണ്ടമ്മേ. അച്ഛൻ പറഞ്ഞതാ ശരി. എന്നോടുള്ള ശത്രുത എന്തിനാ വീട്ടുകാർ അനുഭവിക്കണേ? ഞാനിപ്പോ വീട്ടിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു എന്ന് എല്ലാരും പറയണേ. അത് അതുപോലെ ഇരിക്കട്ടെ. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഞാനിവിടെ ഉണ്ട്. പോരെ? പോട്ടെ. ഏട്ടൻ ബസ് രാമപുരം ജംഗ്ഷനിൽ നിർത്തിയപ്പോ ഞാൻ അവിടെയൊക്കെ നോക്കി. ഏട്ടൻ എവിടെയെങ്കിലും നിൽക്കണുണ്ടോന്ന്. ഏട്ടൻ പോവായോ? അതെ, നിന്നെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിറങ്ങിയായിരുന്നു. ഭാഗ്യായി എല്ലാരും കണ്ടു. ഇതിനുള്ള അനുവാദം എനിക്കുണ്ടല്ലോ അല്ലേ? നിനക്ക് സുഖമാണല്ലേ? അതെ അച്ഛാ. ഞാൻ വന്നപ്പോഴേക്കും ഏട്ടൻ പോവായോ? എനിക്ക് സംസാരിക്കാനുണ്ട് ഏട്ടനോട്. എന്ത്? ഏട്ടൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചേക്കണമെങ്കിൽ ഇങ്ങനെ വേറെ താമസിക്കാൻ പറ്റില്ല. ഈ നാട്ടിലല്ലല്ലോ, ഇവിടുന്ന് 4-5 കിലോമീറ്റർ അല്ലേ രാമപുരത്തിന്. നീ പോ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, പോയി വിശ്രമിക്കേ. ഏട്ടൻ പിന്നെ വരാം. ഏട്ടാ, ഏട്ടന് കാശ് വല്ലതും വേണോ? എന്റെ ഇപ്പൊ കാശുണ്ട്.